ഉടമ്പടി സമയമാണിത്. കാര്യം ഉടമ്പടി ദൈവം സ്ഥിരീകരിക്കാൻ പോകുന്ന ഘട്ടമാണ്. അതിനുള്ളിൽ നിങ്ങൾ വിശ്വസ്തത കറക്റ്റ് ചെയ്യണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ആദ്യ പ്രാവശ്യം കടന്നു പോയപ്പോൾ ദൈവം കണ്ടത് എന്താണ്? നിൻ്റെ പൊക്കിൾക്കൊടി മുറിച്ചിട്ടില്ല, ഉപ്പാരും പെരട്ടിയിട്ടില്ല. അപ്പോൾ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഭാഷേൻ്റെ തന്നെ 16:4 എടുത്ത്. നീ ജനിച്ച ദിവസം പറഞ്ഞ നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൾ കൊടി മുറിച്ചിരുന്നില്ല, നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല, ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ വെള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല. ഇവയിലൊന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. സിറ്റുവേഷൻ ആർക്കും നമ്മളോട് ദയ തോന്നാത്തൊരു കാലം. നിന്നെ കുളിപ്പിച്ചില്ല, പൊക്കിൾക്കൊടി മുറിച്ചിരുന്നില്ല, നിന്നെ ഉപ്പ് പെരട്ടിയിരുന്നില്ല, നീ അബാൻഡൻ ചെയ്തിരിക്കണം വിജന പ്രദേശത്ത്. ആരും സഹായിക്കാനില്ലാതെ വരത്തില്ല നമുക്ക്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഫോൺ പോലും എടുക്കാത്ത സമയമില്ലേ, അതാണ്. ഈ ഒരു ടൈം ദൈവം നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ഉടമ്പടി എടുക്കണത്, നമ്മളെടുക്കണത്. പക്ഷേ ദൈവം അപ്പോഴും അത് സ്ഥിരീകരിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. കടന്നു പോകുമ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ ദൈവം പറഞ്ഞിരിക്കണേ? ഞാൻ നിന്റെ അടുക്കലൂടെ ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ ഈ സിറ്റുവേഷനിലെ പൊക്കിക്കൊടി മുറിക്കാത്ത ആളില്ലാത്തപ്പോൾ, ഉപ്പ് പുരട്ടാൻ ആളില്ലാത്തപ്പോൾ, പിള്ളക്കച്ച പൊതിയാക്കാൻ ആളില്ലാത്തപ്പോൾ, ഈ സിറ്റുവേഷനിൽ നിനക്ക് ആരുമില്ലാത്തപ്പോൾ ഞാൻ നിന്റെ അടുത്തുകൂടി കടന്നുപോയി. നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. വല്ലാത്തൊരു ആശീർവാദമാണ്. അതായത് ദൈവം നമുക്ക് ആദ്യകാലങ്ങൾ നൽകുന്നത് ഈ ആശീർവാദമാണ്. സർവൈവ് ചെയ്യാൻ പറയും. ഞാൻ നിന്റെ പരിസരത്ത് തന്നെ ഉണ്ട്, നിന്നെ കഴുകാൻ കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷെ നീ തന്നെ സർവൈവ് ചെയ്ത് വരണം. എങ്ങനെ സർവൈവ് ചെയ്ത് വരണം? ആസന്നമായതിനെ നിൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നതിനെ നീ ഉജ്ജീവിപ്പിക്കണം. വെളിപാട് 3:2 അനുസരിച്ച് കൊണ്ട് നീ ആസന്ന, നീ തന്നെ സർവൈവ് ചെയ്യണം. എപ്പോഴും ദൈവം നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും സംഭവിച്ച് നമുക്ക് ഈടർവായി കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങളുടനെ പള്ളിപ്പോക്ക് മുടക്കി, കുടുംബ പ്രാർത്ഥന മുടക്കി, എല്ലാം മുടക്കി, എന്തോന്ന് ഉടമ്പടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇരിക്കണം അങ്ങനെ ഇരുന്ന് മുടിഞ്ഞു പോകുകയുള്ളൂ. പക്ഷേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്താ പറയണത്? നിന്നിൽ ഞാൻ കടന്നു പോവുകയാണ്, ഞാൻ നിന്നെ ബ്ലെസ് ചെയ്തിട്ടുണ്ട്, നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് കാവലുണ്ട്. പക്ഷെ നീ എന്ത് ചെയ്യണം? നിന്നിൽ ആസന്ന മരണമായിരിക്കുന്നതിനെ വിശ്വസ്തതയാകാം, വിശ്വാസമാകാം, ഉടമ്പടി പ്രവർത്തികളാകാം. അതെന്ത് ചെയ്യണം? അത് നീ തന്നെ സ്വന്തമായിട്ട് സെൽഫ് സർവൈവ് ചെയ്യണമെന്നാണ്. മനസ്സിലായില്ല? ആരും കൊണ്ടുവന്ന് ചോറ് ഉരുള വായി വെച്ച് തരത്തില്ലെന്നാണ് പറയണത്. നീ തന്നെ അത് ചെയ്യണം. ഇറ്റ് ഈസ് അവർ റിസ്ക്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്താ? നീ തന്നെ അത് സർവൈവ് ചെയ്യണം. അതായത് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് നിനക്ക് തരും. ആ സംരക്ഷണത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്ങാണ്. ദൈവം എന്താ പറയണത്? വളരുക. ദൈവം വളരാൻ പറഞ്ഞാൽ പിന്നെ ആർക്കും തളർത്താൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. ദൈവത്തിൻ്റെ ആശീർവാദത്തിൻ്റെ ഗുണവതാണ്. വളരുക എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ തളർത്താൻ പറ്റത്തില്ല. വളരുക എന്താണ്? വയലിലെ ചെടി പോലെ വളരാൻ. ജീവിക്കുക. വയലിലെ ചെടിയാണ്. വയലിലെ ചെടി തന്നെ ആർക്കും കൊണ്ട് മരുന്നടിച്ച് കൊടുക്കത്തില്ല, ആരും കൊണ്ടുപോയി വളമിട്ട് കൊടുക്കത്തില്ല, ആരും അതിൻ്റെ ചുറ്റുവട്ടത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല. ഒരു പരിചരണവുമില്ല. ആദ്യം ഒരു പരിചരണമില്ല, ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരില്ല. അവിടെ നല്ല വാക്കുകളില്ലാതെ നീ വളരണം ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് അത്? ദൈവത്തിൻ്റെ പൈതലായി നിരൂപപ്പെട്ടു വരുന്നതിൻ്റെ സൂചനയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. സാഗരമേ ശോകക്കൊടുമ്പയിലേറിടുമ്പോ, കരുണയിൻ സാഗരമേ ശോകക്കൊടുമ്പയിലേറിടുമ്പോ, മേഘത്തിൻ തണലോടെ എന്നെ സാന്ത്വനമായി നടത്താം.
സാന്ത്വനമായി നടത്താം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു അനുഭവ പരിച്ഛേദമാണിത്. ശരിക്കും ഈ സിറ്റുവേഷനിലൂടെ എല്ലാം വിശ്വസ്തനായ സത്യസന്ധയായ ഉടമ്പടി ദൈവ പൈതൽ കടന്നു പോകും. കാര്യം എന്താണ്? ദൈവം നമുക്കൊരു ആശീർവാദം നൽകുകയാണ്. ദൈവം ആശീർവാദം നൽകിയാൽ എന്ത് സംഭവിക്കും? ജീവിക്കുക. എന്താ പറയുക? ജീവിക്കുക എന്ന് വെച്ചതിൻ്റെ അർത്ഥം നിന്നെ ആരും കൊല്ലുകയില്ലെന്ന്. മനസ്സിലായില്ലേ? കടമോ രോഗമോ നിന്നെ കൊല്ലത്തില്ല. കാര്യം എന്താണ്? ജീവിക്കാനുള്ള ആശീർവാദം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. സാഗരമേ ശ്രദ്ധിക്കട്ടെ. കൈയടിച്ചുകൊണ്ട് പാടും. കൃപയിൻ സാഗരമേ ശോഭത്തോടും കൃപയിൻ സാഗരമേ ശോഭത്തോടും മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. പാടുക. കൃപയരുക അളവന്നെ പകർന്നിടുക ഈ ഭൂമിയിൽ യാത്രയിൽ ദൈവകൃപയരുക. കൃപയരുക അളവന്നെ പകർന്നിടുക ഈ ഭൂമിയിൽ യാത്രയിൽ ദൈവകൃപയരുക. ഇതാണ് ഉടമ്പടി ഒന്നാം ഘട്ടം എന്ന് പറയണത്. എന്താണ് ഉടമ്പടി ഒന്നാം ഘട്ടം? എസ്.കെ 16:4 എന്താണ്? ജീവിക്കുക. കടമായാലും രോഗമായാലും ജീവിക്കുക. എന്താണ്? വയലിലെ ചെടി പോലെ വളരുക. ആരുടെയും പരിചരണം പ്രതീക്ഷിക്കാതെ എൻ്റെ മാത്രം ആശീർവാദത്തിന്റെ തണലിൽ നീ വളരുക. ദൈവവേദനെ കൈയടിക്കട്ടെ. സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുക അളവന്നെ പകർന്നിടുക ഈ ഭൂമിയിൽ യാത്രയിൽ ദൈവകൃപയരുക ഈ ഭൂമിയിൽ യാത്രയിൽ ദൈവകൃപയരുക. ഈ പാട്ടിലൊരു അഭിഷേകം ഇരിപ്പുണ്ടേ. അപ്പം അതുകൊണ്ട് ഈ പാട്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇതെല്ലാം പാടുകയാണ്. അപ്പം അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ശ്രദ്ധയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആന്തരിക അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പം നമ്മുടെ വിഷയം എന്താണ്? ദൈവം ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നിന്നെ ആരും കൊല്ലത്തില്ല, കടമായാലും ജപ്തിയായാലും നീ നശിക്കത്തില്ല. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അളവന്നെ പകർന്നിടുക ഈ ഭൂമിയിൽ
രണ്ടാം ഘട്ടം നമുക്ക് വായിക്കാം. രണ്ടാം ഘട്ടം എസെക്കിയേൽ 16:4 ഒന്നാം ഘട്ടം. എസെക്കിയേൽ 16:4 കഴിഞ്ഞ് 5 മുതലുള്ള വാക്യങ്ങൾ ശ്രുതികട്ടെ വായിക്കട്ടെ. എസെക്കിയേൽ 16 5 മുതലുള്ള തിരുവചനങ്ങൾ. ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. ആർക്കും നമ്മുടെ ദയ തോന്നാത്തൊരു കാലം, എന്നിട്ട് ദൈവത്തിന് മാത്രം ദയ തോന്നുന്ന ഒരു കാര്യത്തിലൂടെയാണ് ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും. ഓ എൻ്റെ അമ്മേ, അതൊക്കെ ഇത് കണ്ട, ഞാൻ പറഞ്ഞില്ലേ, വെറുക്കപ്പെടും ചിലപ്പോൾ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, കൂട്ടുപണിക്കാർ, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ളവർ. വെറുപ്പിൻ്റെ ഒരു കാലം ഉണ്ടാകും. വെറുപ്പിൻ്റെ കാലം ഉണ്ടാകുമ്പോൾ തിരിച്ച് വെറുത്തോണ്ട് നീ ഉടമ്പടിയുടെ ബ്രേക്ക് ചെയ്യരുത്. തിരിച്ച് അതായത് ഉടമ്പടി എന്ന് പറയണത് ദൈവവുമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബന്ധമാണ്. അതിൻ്റെ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് ഗോഡാണ്. ദൈവ സ്നേഹത്തിനെ ഇപ്പം നിന്നെ വെറുക്കാം. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം ഈശോയെ യൂദാസ് വന്ന് മുത്തണില്ലേ, ഈശോയെ ഗെത്സെമനയിൽ യൂദാസ് വന്നിട്ട് ഈശോയെ ചുംബിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ അറിയാം ഇവൻ ചുംബിച്ച് കാണിച്ചു കൊടുക്കണമെന്നറിയാം. കാര്യം യോഹന്നാനും ഈശോയും ഏതാണ്ട് ഒരേ ലക്ഷണമായത് കാരണം പ്രധാന പുരോഹിതന്മാർക്കും പട്ടാളക്കാർക്കും ആളറിയാൻ പാടില്ലാത്ത കാരണം ആളെ ചൂണ്ടിക്കാണിക്കുന്ന പകരം ചുംബിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം അത്രയും നിഷ്ഠൂര കഠോര പ്രവർത്തനമാണ് ഇവൻ ചെയ്യണത്. പക്ഷേ ഈശോയുടെ വിശുദ്ധിയെ, ഈശോയുടെ ദൈവസ്നേഹത്തെ അതിന് മങ്ങലേൽപ്പിക്കാൻ ഈ യൂദാസിൻ്റെ ഈ കാപട്യത്തിന് ഈ കാലൻ്റെ കാപട്യത്തിന് പറ്റണില്ല. ഈശോ എന്താ പറയണത്? ഈശോ എന്താ യൂദാസിനെ ആ സമയത്ത് വിളിക്കണത്? സ്നേഹിത. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 26 49 വാക്യം. അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞേ, അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. യേശു അവനോട് ചോദിച്ചു, സ്നേഹിത. ഇതാണ് സാധനം, കണ്ട. യേശു ഈ കാലനോട് ചോദിക്കണേ. യേശു അവനോട് ചോദിച്ചു. എന്താണ് പറയണത്? എടാ കാലമാടാ, നീ എന്നെ കൊല്ലാൻ വേണ്ടിയല്ലേ എന്നാണ് ചോദിച്ചത്? അല്ല, സ്നേഹിത. പക്ഷേ ഇതാണ് ട്രാൻസ്ഫിഗറേഷൻ, ഈശോയുടെ മെറ്റമോർഫിയ എന്ന് പറയും. കർത്താവ് താബോർ മലയിൽ സംഭവിച്ചതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഇവിടെ നടക്കുന്നത്. ഉടമ്പടിയിൽ ഇരിക്കുന്നവർ ഒരു താബോറിലേട്ടുള്ള യാത്രയിലാണ്. അവരുടെ മനുഷ്യത്വത്തിൻ്റെ അകത്ത് ഇങ്ങനെ മെറ്റമോർഫിയ സംഭവിക്കും, ഒരു രൂപാന്തരീകരണം. തന്നെ കൊല്ലാൻ വേണ്ടി വന്ന കാലിനെ സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് വിശുദ്ധിയുടെ കൊടിമുറി കേഴുന്ന കർത്താവിൻ്റെ തനി താബോറാണിത് രൂപാന്തരീകരണം സംഭവിക്കുന്നത്. എന്താ കാര്യത്തിൽ വിശുദ്ധിയാണ് ഇവിടെ വരണത്. കാര്യം ഹെബ്രായ ലേഖനം എടുത്ത് വിദ്വേഷത്തിൻ്റെ വേര്, ഹെബ്രായർ 12:15. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12 തിരുവചനം. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. കണ്ടാ, ഈശോ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ. യൂദാസ് ചുംബിക്കുമ്പോഴും തൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈശോ ശ്രദ്ധിക്കുന്നുണ്ട്. മനസ്സിലായില്ല? അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാനും ശ്രദ്ധിക്കണം. യൂദാസും പിലാത്തോസും ഒക്കെ നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടാകും. പക്ഷേ ദൈവം ശ്രദ്ധിക്കണത് എന്താണ്? കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. അപ്പോൾ അതാണ് ഹെബ്രായർ 12:15. ഒന്ന് വായിച്ചേ. ദൈവകൃപ പറഞ്ഞേ, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. ഈശോ സൂക്ഷിക്കുകയാണ് വിദ്വേഷം. കാര്യം ഇവനോട് ആർക്കാലും വിദ്വേഷം തോന്നുമില്ല. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ അതിർത്തി തർക്കമുള്ള ആൾക്കാരുണ്ടാകും, നിങ്ങളുടെ പ്രൊമോഷൻ പിടിച്ചു വച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാകും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാകും, നിങ്ങളുടെ ഈ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ ശ്രദ്ധിക്കുവേൻ. പിന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവേൻ. ഇത്തരം കാര്യങ്ങൾ ഉടമ്പടിയിലൂടെ പോകുമ്പോൾ ഒരു താബോർ നമ്മളിൽ സംഭവിക്കുകയാണ്. എന്താണ്? ഒരു രൂപാന്തരീകരണം.
ആ രൂപാന്തരീകരണം സംഭവിക്കണമെങ്കിൽ ഇതുപോലുള്ള ഏജൻറ്റുകൾ ഉണ്ടാകണം. യൂദാസ്, പീലാത്തോസ്, അങ്ങനെ കുറേ ഏജൻറ്റുകളില്ലേ? അവരെ നമ്മുടെ ശത്രുക്കളെ കൃപയുടെ ഏജൻ്റായിട്ട് കണ്ടാൽ മതി. മനസ്സിലായി? യുവർ എനിമീസ് ആൻഡ് ഓപ്പോസിറ്റ് കൗണ്ടർ പാർട്ട് ആർ ഓൺലി ദ പ്രൊമോട്ടേഴ്സ് ആൻഡ് ഏജൻറ്റ്സ് ഓഫ് യുവർ ഗ്രേസ്. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവകൃപ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കിൽ. ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കിൽ. സ്നേഹത്തിനാഴമതിൽ ഞാനും നീ മഗ്നനായി തീർന്നിടുകേ. സ്നേഹത്തിനാഴമതിൽ ഞാനും നീ മഗ്നനായി തീർന്നിടുകേ. കൃപയരുക കൃപയരുക അളവന്നെ പകർന്നിടുക. ഈ ഭാവിയൻ യാത്രയിൽ ദൈവകൃപയരുക. ഈ ഭാവിയൻ യാത്രയിൽ ദൈവകൃപയരുക. എൻ്റെ ദൈവവേദനയിലെ ഉടമ്പടിയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിനെ ഈ ഉടമ്പടിയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഉടമ്പടി പൂർണ്ണമായി. അത് നിത്യത വരെയാണ് അതിൻ്റെ നിയോഗഫലങ്ങൾ നിലനിൽക്കുന്നത്. അതെന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ നോക്കിയേ, ഇപ്പോൾ യൂദാസിനെയും കവർ ചെയ്ത് ഈശോ വളർന്നിരിക്കുകയാണ്. അവൻ വിദ്വേഷത്തിൻ്റെ വേര് വളരാൻ അനുവദിച്ചില്ല, ആ വിശുദ്ധി നഷ്ടപ്പെടാൻ അനുവദിച്ചില്ല. അവനെ സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും ഈശോ താബോറിലെ രൂപാന്തരപ്പെട്ടതുപോലെ ഇവിടെ പ്രായോഗികമായ ഒരു താബോറ, പ്രാക്ടിക്കൽ താബോറാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാൽവരി എന്ന് പറയണത്. മറ്റതിനെ ആശയപരമായ താബോറാണ്. നമുക്കത് ദൃശ്യവൽക്കരിച്ചു, പക്ഷേ അത് പ്രയോഗവൽക്കരിക്കണതും ടാഞ്ചിബിൾ ആക്കണതും എല്ലാം കാൽവരിയിലെ താബോറിലാണ്. താൽവരിലെ ഈശോ ട്രാൻസ്ഫിഗറേഷൻ വല്ലാണ്ടങ്ങോട്ട് മാറുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഈശോ ക്രൂശിക്കപ്പെട്ടു മരണത്തിൻ്റെ അവസാന നിമിഷം ഈശോ ചെയ്യുന്ന ലാസ്റ്റ് ചെയ്തുണ്ട്. എന്ത് പറയും? ഈ കൂടെ തന്നെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്നവരെ കൂടി സ്വർഗത്തിലേക്ക് തൻ്റെ കൂടെ കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്ന ഈശോ. That is Christ. അതാണ് ക്രിസ്തു. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ ശോകക്കൊടുമയിലേറിടുമ്പോൾ, കരുണയിൻ സാഗരമേ ശോകക്കൊടുമയിലേറിടുമ്പോൾ, മേഘത്തിൻ തണലോടെ എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലോടെ എന്നെ സാന്ത്വനമായി നടത്താം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഇത് വളരെ തന്ത്രപരമായിട്ട് പഠിച്ചെടുക്കേണ്ട ഒരു പാഠമാണ്. ക്രിസ്തു ഒരു ഉടമ്പടിയിലൂടെ പോവുകയാണ്. ഉടമ്പടിയുടെ വിശ്വസ്തത ബ്രേക്ക് ചെയ്യാൻ ഒത്തിരിയേറെ അവസരങ്ങൾ വന്നിട്ട് അതിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് ഈശോ കുരിശിൽ നിൽക്കുമ്പോൾ പിതാവിൻ്റെ തിരുമനസ്സിനോട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് ഉടമ്പടിയുടെ അവസാനത്തെ നിയോഗം നിറവേറ്റാൻ വേണ്ടി വിനാഴിക മാത്രം ബാക്കി നിൽക്കുമ്പോൾ യേശുവിൻ്റെ മനസ്സിൽ വരണ എന്താണെന്നറിയാവോ? 2 കള്ളന്മാർ മാത്രമല്ലേ ഇവിടെ ഉള്ളു, ബാക്കിയെല്ലാം അമ്മയും അപ്പോസ്തലന്മാരും ഒഴിച്ച് ബാക്കിയെല്ലാം കള്ളന്മാരാണ്.
എന്താ കാര്യം? പക്ഷേ ഇവർക്ക് വേണ്ടി കൂടിയല്ല ഈശോ മരിച്ചത്. അല്ല, ഇവരെ ഒഴിവാക്കിയിട്ടല്ല ഈശോ മരിച്ചത്. ഇവരുടെ കൂടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത്. അതുകൊണ്ട് ഈശോ കരയും ശരിക്കും. അവൻ ജെറുസലേം പട്ടണത്തിൽ കരഞ്ഞതുപോലെയാണ് കുരിശിൽ കിടന്ന് കരയണത്. ജെറുസലേം പട്ടണത്തിൽ കരഞ്ഞത്, ഇനി എനിക്ക് ഭൂമിയിലൊരു മനുഷ്യ അവതാരമില്ലല്ലോ അപ്പാ, ഇവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാനിത്തരം കഷ്ടപ്പെട്ടത് വെറുതെ ആകുമല്ലോ അപ്പാ എന്ന്. ആ ഒരു കരച്ചിൽ നീണ്ടു പോണതാണ് കുരിശിൽ. അപ്പാ എന്ന് വിളിച്ച് കരയും. എന്താ കാര്യം? ഇവിടെ കൂടെ നിൽക്കുന്നവരെല്ലാവരും ഈശോയുടെ ഒരു മനസ്സുണ്ട്. എന്താണ്? എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങളും എൻ്റെ കൂടെ പിതാവിൻ്റെ കൂടെ 12 ഗോത്രങ്ങളെ ഭരിക്കുമെന്ന് അപ്പോസ്തലന്മാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും തൻ്റെ കൂടെ സ്വർഗസ്ഥമാകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈശോ ഇത്രയും കാലമെല്ലാം ജോലി ചെയ്തത്, പിതാവിൻ്റെ ജോലി ചെയ്തത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പിലാത്തോസിനെ കൊണ്ട് എത്തിക്കരുത്, ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് യൂദാസിനെ കൊണ്ട് എത്തിക്കരുത്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുത്താൽ അവർ പാപം ചെയ്യും. എന്തായാലും അവസരം കൊടുത്താലും പാപം ചെയ്യാത്ത മനുഷ്യരായി വിശുദ്ധിയുടെ കൊടുമുടി കയറാൻ അവരെ അഭിഷേകം ചെയ്യണമേ അപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ റൈറ്റ് ഓഫ് ചെയ്യാനുള്ള സാധ്യത നോക്കും ഈശോ. പിലാത്തോസിൻ്റെ പാപങ്ങൾ, ശതാധിപൻ്റെ പാപങ്ങൾ, പട്ടാളക്കാരുടെ പാപങ്ങൾ, തന്നെ കല്ലെറിയുന്നവരുടെയും തുപ്പിയവരുടെയും പാപങ്ങൾ എല്ലാം പിതാവിനെ കൊണ്ട് മറപ്പിക്കാൻ വേണ്ടി അപ്പാ അത് മറന്ന് കളയണമെന്ന് പറയും. അപ്പാ അത് ഓർക്കരുതേ അപ്പാ എന്ന് പറയും. അതാണ് ഈശോ അവസാനം പറയുന്നത്. അതാണ് ഈശോയുടെ ഉയർച്ച. വിശുദ്ധിയിലേക്ക് ഇങ്ങനെ ഉടമ്പടിയിൽ ഉയർന്നുയർന്ന് വരുന്ന ഈശോയെ നമുക്ക് കാണാം. ഈ വിശുദ്ധിയിലേക്ക് ഉയരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രൂപാന്തരീകരണം. ഈശോ ദൈവത്വത്തിലേക്ക്, ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഉയർന്നു വരുന്ന ഈശോ ദൈവത്തിൻ്റെ പൂർണ്ണത കാണിക്കുകയാണ്. കുരിശിൽ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ബന്ധുക്കളും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കിൽ, ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കിൽ, സ്നേഹത്തിനാളമോഹി ഞാനും നീ മക്കളായി തീർന്നിടുമേ. ഞാനും നീ മക്കളായി തീർന്നിടുമേ. കൃപയരുക അളവന്നെ പകർന്നിടുക. ഈ ഭൂമിയിൽ യാത്രയിൽ കൃപയരുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് ഈശോ പറയണത്, പിതാവേ, എൻ്റെ അവസാനം 21:34 യേശു പറഞ്ഞു പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവസാനത്തെ രൂപാന്തരീകരണമാണിത്. ഇതിനേക്കാൾ വലിയ ഒരു മനുഷ്യന് ദൈവത്തിലേക്കുള്ള ആ ലിങ്കിൻ്റെ ലാസ്റ്റ് പോയിന്റ് വന്ന് നിൽക്കുകയാണ്. എന്താണ്? തന്നെ കുത്തി മുറിവേൽപ്പിച്ച് തന്നെ ഒരു കുരവ് ചോരക്കട്ടിയാക്കി മാറ്റിയ വ്യക്തികളോട് ആ സ്പോട്ടിൽ അവിടെ കൂടെ ആത്മരക്ഷയ്ക്ക് ഗ്യാരണ്ടി കൊടുത്തുകൊണ്ടാണ് ഈശോ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ ചക്രവർത്തിയായി കുരിശാകുന്ന സിംഹാസനത്തിൽ അവൻ ആധിപത്യം നൽകും. അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഈശോയാണ് അധികാരിയായിട്ട് വീണ്ടും വരുന്നത് നമ്മളെ വിധിക്കാൻ. അതായത് ക്രിസ്തുവിലേക്കുള്ളൊരു വളർച്ചയാണ് ഉടമ്പടിയുടെ ആത്യന്തികമായ ആത്മീയ ലക്ഷ്യമെന്ന് പറയണത്. ഞാൻ ഇത് ഇങ്ങനെ പറയാൻ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ വിഷയങ്ങൾ നമ്മുടെ നിയോഗങ്ങൾ വെക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഫേസാണ്. സെക്കൻഡ് ഫേസിൽ വീണ്ടും
നമ്മുടെ അവസ്ഥ, ദാരുണമായ അവസ്ഥയുടെ അരികിൽ കൂടി ദൈവം കടന്നു പോകുന്നുണ്ട്. സെക്കൻഡ് ഫേസിൽ ഉടമ്പടിയിട്ട് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എസെക്കിയേൽ 16:5-6 വായിച്ചോളൂ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിംപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അതായത് ഉടമ്പടി കാലത്ത് നമുക്കുണ്ടാകുന്ന മനുഷ്യാവസ്ഥകളുടെ ഒരു പരിച്ഛേദമാണ്. ഓക്കെ, ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ, രണ്ടാമത്തെ വരവാണ്. ദൈവം വീണ്ടും വരുന്നു. ദൈവം നമ്മെ വിടത്തില്ലല്ലോ. ഞാൻ നിന്റെ അടുത്ത് കൂടി കടന്നുപോയി. നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു, ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു. 6 മുതലുള്ള വചനങ്ങളാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. നീ വളർന്നു. എന്താണ്? ദൈവത്തിൻ്റെ ആശീർവാദമാണ്. ഉടമ്പടിയിൽ വളർച്ച ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൗതിക ആത്മീയ മേഖലയിൽ എന്തുണ്ടാകും? വളർച്ച ഉണ്ടാകും. എന്താ കാര്യം? ദൈവമാണ് ഉടമ്പടിയുടെ അറ്റത്ത് നിൽക്കുന്ന ആള്. ഇത് ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്, ഉഭയകക്ഷിയാണ്. ഒരു കക്ഷി മാത്രമാണ് നീ, ഒരു കക്ഷി നിൻ്റെ ദൈവമാണ്. അതുകൊണ്ട് എന്താണ്, നിനക്ക് ജോലിയിലായാലും വീട്ടിലായാലും ആത്മീയമായാലും സാമ്പത്തികമായാലും കൃപയിലായാലും വളർച്ച ഉണ്ടാകും. കാര്യം എന്താണ്? യു ആർ അണ്ടർ എ ബ്ലെസ്സിങ്. വളരുക. എസെക്കിയേൽ 16:7 വായിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൻ്റെ ദൈവത്തിൻ്റെ വരവ്. ഈ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലായിട്ട് കാണുവാൻ നമുക്ക് എടുക്കാം ഈ ഘട്ടത്തെ. എന്താണ്? നീ വളർന്നു, പൂർണ്ണ യൗവനം പ്രാപിച്ചു. പൂർണ്ണ ആത്മീയമായാലും ഭൗതികമായാലും പൂർണ്ണ യൗവനം പ്രാപിച്ചു. നിന്റെ മാറിടം വളർന്നു, മുടി തഴച്ചു. എങ്കിലും നീ നഗ്നയും അനാവൃതയുമായി. അപ്പം നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയാലും കുറച്ച് പരാധീനതകൾ നമുക്ക് നിലനിൽക്കും. അപ്പം രണ്ടാം ഘട്ടം കൊണ്ട് ഇതിലാക്കാൻ നിർത്തിക്കളയല്ലോ. ദൈവം ഇതിന് ആത്മീയ വളർച്ചയായിട്ടാണ് കാണുന്നത്. നമ്മളിതൊരു ഭൗതിക വളർച്ചയായിട്ടാണ് എടുക്കുന്നത്. അതാണ് കുഴപ്പം വന്നിരിക്കുന്നത്. അതൊരു ദൈവത്തിന് അത് നിസ്സാരമാണ്. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് ആത്മീയ വളർച്ചയായിട്ടാണ് കണ്ടത്. ക്രിസ്തു കുരിശിൽ വളർന്ന് ദൈവത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി മനുഷ്യത്വം അവന് മരിച്ചതുവരെ, അതിന് ട്രാൻസ്ഫിഗറേഷൻ സംഭവിക്കുന്നവരെ എന്താണ് വരെ നമ്മളിൽ ഒരു ട്രാൻസ്ഫിഗറേഷൻ സംഭവിക്കുന്നതിന് വേണ്ടി ദൈവം പല ഘട്ടങ്ങൾ നിശ്ചയിച്ച പോലെയാണ് ഇത് വായിച്ചു വരുന്നത്. എന്താണ് വായിച്ച് 8 വായിച്ചേ. ഞാൻ വീണ്ടും നിന്റെ അടുത്ത്, മൂന്നാമത്തെ പ്രാവശ്യമാണ് കടന്നു പോണത്. ഉടമ്പടിയിലെ മൂന്നാമത്തെ പ്രാവശ്യത്തെ വരവാണ്. ഞാൻ വീണ്ടും യൗവനയുക്തയായി. പക്ഷെ നിന്നെ തിരക്കാനും കല്യാണം കഴിപ്പിക്കാനും ആരുമില്ലായിരുന്നു. അപ്പം ഞാൻ നിന്റെ 3-ാം പ്രാവശ്യം നിന്റെ അടുത്തുകൂടി കടന്നുപോയി. നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നിന്നെ നോക്കി. നിനക്ക് വിവാഹപ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കി. നിനക്ക് വിവാഹപ്രായം വെച്ചാൽ ഉടമ്പടിക്ക് കാലമായി. അപ്പോഴാണ് ദൈവം ഉടമ്പടി ചെയ്യണം. നമ്മളാണിപ്പോൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ദൈവം ഈ ഉടമ്പടി ഏറ്റെടുക്കുന്നത് 3-ാം ഘട്ടത്തിലാണ്. കാര്യം ഇത് കൃത്യമാകാതെ ദൈവം ഉടമ്പടി ഏറ്റെടുക്കത്തില്ലല്ലോ. അപ്പം എല്ലാം കൊണ്ടുവന്ന് ആടെ പ്രസവിക്കണം, പശുവിനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് കുത്തിക്കയറ്റി ഇട്ടും വീട്ടിൽ പോയ പോലെ പഴി നടക്കുക. ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. 3-ാം ഘട്ടമാകുമ്പോൾ ദൈവം ഈ സംഭവം ഏറ്റെടുക്കും. എന്താ ദൈവം? നീ ഉടമ്പടിക്ക് പക്വതയെന്ന് മനസ്സിലാക്കി. നീ യൗവനയുക്തയായി. ഉടമ്പടിക്ക് ഇപ്പോഴാണ് നീ പക്വത പ്രാപിച്ചിരിക്കണത്. അപ്പം അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ വായിച്ചാൽ മതി. അപ്പം എന്താ ചെയ്യണം? അപ്പം സംഭവിക്കണേ, എൻ്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. എൻ്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത, അപ്പം എൻ്റെ മേലങ്കി കൊണ്ട് നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി. വാഗ്ദാനം ഇവിടെ വരണത്. ദൈവം ഇനി വാഗ്ദാനം ഇങ്ങോട്ട് തരണം. ഇവിടെ വെച്ചാണ് ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ എന്ത് ചെയ്ത്? ഒരു ഉടമ്പടി ചെയ്തു. നേരത്തെ നമ്മളെ ഉടമ്പടി ചെയ്തിരിക്കണത്. ഇപ്പം ദൈവം അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ്. അപ്പം നീ യവയുക്തമായി ഉടമ്പടി ചെയ്യാൻ, ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി മാത്രം ആത്മീയമായി വളർന്നു കഴിഞ്ഞു എന്ന് കണ്ടാൽ ദൈവം ആ ഉടമ്പടി സ്ഥിരീകരിക്കും. പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ ആത്മീയ ഘടകങ്ങളിൽ ഇതുപോലെയുള്ള വിവേചന ബുദ്ധിയോടുകൂടിയുള്ള വിശ്വാസ ജീവിത സുവിശേഷ സാക്ഷ്യ വളർച്ചയുടെ പക്വതയിലെത്തി ദൈവം തന്നെ എൻ്റെ ഉടമ്പടി സ്ഥിരീകരിക്കുവാൻ അഭിഷേകം ചെയ്യണമേ.